السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي ونسلم على نبيه الكريم، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فاللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم، وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وإن خير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أصحاب الفضيلة والسماحة، الشيوخ الكرام والرؤساء العظام، يسرني أن أقوم أمامكم لألقي إليكم كلمات الترحيب بمناسبة احتفال الجامعة الحسنية الإسلامية بمناسبة احتفال هذه الجامعة الثلاثين عاما منذ تأسيسها. فنحمد الله سبحانه وتعالى أولا وقبل كل شيء، وثانيا ندعو الله سبحانه وتعالى أن يتقبل منا ما قدمنا بهذا الصدد من خدمات ضئيلة نحو جناب الله سبحانه وتعالى. إذا تقبل الله سبحانه وتعالى كنا فائزين. ونستخدم هذه الفرصة لأن ألقي عليكم أسماء آيات التهاني والتبريكات والترحيب لتوفيق الله سبحانه وتعالى أن نحتفل بهذه المناسبة المباركة بإكمال هذه الجامعة 30 عاما منذ تأسيسها. إن شاء الله سيقوم بافتتاح هذا احتفال بافتتاحه رسميا سلطان العلماء المفتي الكبير لجمهورية الهند الإسلامية المسلمة، داعين الله سبحانه وتعالى أن يطول عمره مع الصحة والسعادة ليقود هذه الأمة مع خدمات جليلة جبارة. تحت إشراف رئيس جمعية العلماء، رئيس العلماء
العلامة سليمان مسلير حفظهم الله سبحانه وتعالى وبإشراف أعضاء المشاورة لجمعية العلماء بعموم كيرلا وعلى رؤوسهم السيد الفاضل سيد علوي البافقي حفظه الله سبحانه وتعالى ورعاه وعصمه وحفظه من كل سوء وكريه. وأستخدم هذه الفرصة لأن أتلو بعض آيات التهاني والترحيب لضيوفنا الكرام من سلطنة عمان الشيخ راشد بن سعيد العبادي والشيخ والله بن علي بن سنان حفظهم الله سبحانه وتعالى ورعاهما. وكذلك نطلب من الله سبحانه وتعالى أن يتغمد الله سبحانه وتعالى جميعنا بالمغفرة والرضوان والرحمة وطول العمر ولا أطيل عليكم. ബഹുവന്യരായ ഉലമാക്കൾ, മഹാന്മാരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ കരുത്തരായ പ്രവർത്തകർ, പ്രാസ്ഥാനിക നേതാക്കൾ, പ്രിയരെ, മഹത്തായ സ്ഥാപനം മുസ്ലിം കേരളത്തിൻ്റെ ഗർജിക്കുന്ന സിംഹമായിരുന്ന ആദർശ ധീരനായ മർഹൂം ഷെയ്ഖുന ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ നാമധേയത്തിൽ തുടക്കം കുറിച്ചിട്ട് 30 വർഷങ്ങൾ പിന്നിട്ടു. ആത്മാഭിമാനത്തിൻ്റെ, ആത്മീയോത്കർഷത്തിൻ്റെ ഈ 30 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒത്തുകൂടാൻ ഒരിക്കൽ കൂടി തൗഫീഖ് ചെയ്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ബഹുമാനികളെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ, ആ ഇന്ത്യയിലെ ഇതര സ്റ്റേറ്റുകളിൽ വെച്ച് ഏറ്റവും ചെറിയ സ്റ്റേറ്റായ നമ്മുടെ കൊച്ചു കേരളത്തിൽ ധാരാളം ദീനീ സ്ഥാപനങ്ങൾ, മതകലാലയങ്ങൾ, ഉന്നത യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു. അതെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലവരായ സമുദായ സ്നേഹികളുടെ ശക്തമായ സഹകരണം കൊണ്ടും ഉദാരമായ മുന്നേറ്റം കൊണ്ടും മാത്രമാണെന്നുള്ള വസ്തുത നമുക്കറിയാം. അതിന് ചില നിമിത്തങ്ങളുണ്ടാകും. 1960-കളിൽ ഈ പാലക്കാട് ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം നൽകാൻ ഇവിടെ വന്ന കോഴിക്കോട് ജില്ലയിലെ പറമ്പക്കടവിൽ എഴുത്തച്ഛങ്കണ്ടി കോയക്കുട്ടി മുസ്ലിയാരുടെ മക്കളിൽ ശ്രദ്ധേയനായ മർഹൂം ഷെയ്ഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ ഇവിടെ വന്ന് ത്യാഗം ചെയ്ത് പാലക്കാട് വലിയങ്ങാടിയിലെ മൊഹീദ്ദീൻ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത്
കേവലം 13 സെൻറ്റ് സ്ഥലം വരുന്ന ആ ചെറിയ കുടുങ്ങിയ സ്ഥലത്ത് ദീനീ ദഅവത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു സ്ഥാപനം പടുതുയർത്തി. കർഷകരായ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വയലേലകളിൽ ചാക്കുമെടുത്ത് നെല്ലുകൾ പിരിച്ചുണ്ടാക്കി അത് വിറ്റ് അങ്ങനെ പണം സമ്പാദിച്ച് പരിശുദ്ധമായ ഒരു സൗദം, ജന്നത്തുൽ ഉലൂം അറബിക് കോളേജ് എന്ന് പറയുന്ന ഒരു സൗദം മഹാനായ ഷെയ്ഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ 1960കളിലും 70കളിലുമൊക്കെയായി അതിൻ്റെ പ്രവർത്തനവുമായി കഴിഞ്ഞുകൂടി. കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഏത് രംഗത്തും ധീരമായി നേതൃത്വം കൊടുക്കുന്ന മഹാനായ ഷെയ്ഖുനയെ മുസ്ലിം കേരളത്തിൻ്റെ വലിയ ആവശ്യമെന്നോണം അങ്ങ് വടക്കേ മലബാറിൽ കാസർഗോഡ് ഖാദിയായി അവരോധിക്കപ്പെട്ടപ്പോൾ ഷെയ്ഖുന ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ കൂടെ നിഴൽ കണക്ക് പിന്തുടർന്നിരുന്ന മഹാനായ പാണ്ടിക്കാട് ബാപ്പു മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പാലക്കാട് ഖാദി ബാപ്പു മുസ്ലിയാർ എന്ന മഹാൻ ഷെയ്ഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ ബാക്കി വെച്ചു പോയ ആ സ്ഥാപനത്തിൽ സേവന നിരതമായി മുന്നേറുകയായിരുന്നു. 1980കൾക്ക് ശേഷം പണ്ഡിത നേതൃത്വം വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഭൗതിക പ്രേമികളായ ദുനിയാ പൂജകരായ ഏതാനും രാഷ്ട്രീയക്കാർക്ക് അത് സാധ്യമാകാത്ത ഒരവസ്ഥാവിശേഷം സംജാതമായ സന്ദർഭത്തിൽ മഹാനായ മർഹൂം ഷെയ്ഖുന ബാപ്പുസ്താദ് അവറുകളെയും തൻ്റെ അടുക്കൽ മതവിദ്യ നുകർന്നിരുന്ന വിദ്യാർത്ഥികളെയും ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്ത് നിർത്തുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ ഈ ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിനെ ദീനിനെ സ്നേഹിക്കുന്ന നല്ലവരായ ഒരു പറ്റം മഹാന്മാർ സംഘടിച്ചുകൊണ്ട് മഹാനായ മർഹൂം ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾക്ക് ധൈര്യം പകർന്നു കൊടുക്കുകയും അങ്ങനെ പട്ടണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഈ സ്ഥാപനം ഇന്ന് നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് 10 ഏക്കർ സ്ഥലം വിലക്ക് വാങ്ങി ജാമിഅ ഹസനിയ തൻ്റെ ആവേശമായിരുന്ന തൻ്റെ ഗുരുവര്യനും തൻ്റെ വഴികാട്ടിയുമായ ഷെയ്ഖുന ഇ.കെ. ഹസൻ മുസ്ലിയാരിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് ജാമിഅ ഹസനിയ എന്ന് പറയുന്ന മഹത്തായ ഒരു സ്ഥാപനം അത് ആസൂത്രണം ചെയ്തു ശിലപാകുകയുണ്ടായി. വന്നിരായ ഷെയ്ഖുന ബാപ്പു മുസ്ലിയാർ വളരെ ആവേശത്തോടു കൂടി പറയാറുണ്ടായിരുന്നു, ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സ്ഥലത്ത് ഉന്നതമായൊരു സ്ഥാപനം ആവിഷ്കരിക്കണം, നിർമ്മിക്കണം, ഒരു യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് സ്ഥാപിക്കണമെന്ന് അവിടെ നിന്ന് ദീർഘവീക്ഷണം നടത്തുകയും ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർക്ക് ആവേശം പകർന്നു കൊടുക്കുകയും ചെയ്തു. സാമ്പത്തികമായി വലിയ പുരോഗതിയൊന്നുമില്ലാത്ത നല്ലവരായ സഹോദരന്മാർ ഈമാൻ കൈമുതലാക്കി അതിനുവേണ്ടി ശ്രമിക്കുകയും അൽഹംദുലില്ലാഹ് ദീനിനെ സ്നേഹിക്കുന്ന സഹോദരന്മാർ ലോകത്തിൻ്റെ ദിഗന്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മേഖലകളിൽ നിന്ന് അതിന് പിന്തുണ പ്രാപിക്കുകയും ചെയ്തപ്പോൾ നാം ഇന്നീ കാണുന്ന വലിയ ഈ സ്ഥാപന സമുച്ചയം ഇവിടെ വളർന്നു വരികയാണ് ഉണ്ടായത്. രാഷ്ട്രീയ ഭിക്ഷാന്തയികളുടെ ഭൗതിക താല്പര്യത്തിന് അടിമപ്പെടാതെ ഈ ജില്ലയിലെ മഹാനായിരുന്ന പണ്ഡിതൻ അങ്ങ് പൊട്ടച്ചിറ അൻവരിയ അറബിക് കോളേജിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആദർശത്തിൻ്റെ പേരിൽ ദീനിനെ വിൽക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി ഭൗതിക പൂജകരായ രാഷ്ട്രീയക്കാരോട് സലാം പറഞ്ഞ് ആ സ്ഥാപനത്തോട് വിട പറഞ്ഞപ്പോൾ നല്ലവരായി നാട്ടുകാർ മഹാനായ പണ്ഡിതനെയും തൻ്റെ ശിഷ്യഗണങ്ങളെയും ഇവിടെ
ക്ഷണിച്ച് സ്വീകരിച്ച് സൗകര്യം ചെയ്തതോടുകൂടി അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനം വൈജ്ഞാനികമായ അതിൻ്റെ പ്രയാണത്തിന് നാന്ദി കുറിക്കുകയാണ് ഉണ്ടായത്. ഞാൻ സുദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 30 വർഷം പിന്നിട്ട ഈ സ്ഥാപനം വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, സാമുദായിക, സാംസ്കാരിക, സ്വാതന്ത്ര്യ രംഗങ്ങളിൽ പോലും വലിയ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് സമൂഹത്തിനെ സേവിക്കാനും നാടിനെ സമുദ്ധരിക്കാനും ഈ സ്ഥാപനവും ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകരും മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ ഗ്രാമങ്ങളിൽ മഹത്തായ ഈ സ്ഥാപനത്തിനെ അടിസ്ഥാനപ്പെടുത്തി 100-ൽ പരം പള്ളികൾ നമുക്ക് നിർമ്മിച്ചു നൽകാൻ സാധ്യമാവുകയുണ്ടായി. 6ാം ക്ലാസ് കഴിഞ്ഞ കൊച്ചുകുട്ടികളെ ദത്തെടുത്ത് ഇസ്ലാമികമായ വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതികമായ വിദ്യാഭ്യാസവും പകർന്നു കൊടുത്തുകൊണ്ട് ഈ ക്യാമ്പസിൽ തന്നെ അവർക്ക് ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും മറ്റു സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഇവിടെ പോറ്റി വളർത്തി അവരെ ഭൗതികമായ ഡിഗ്രിയും PGയും ഡോക്ടറേറ്റും നേടിയെടുക്കാൻ മാത്രം അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനം അതിനു വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഭൗതികമായ വിദ്യാഭ്യാസം ആയിരക്കണക്കിൽ വിദ്യാർത്ഥികൾ നേടുമ്പോൾ മതപരമായി ദീനിൽ ഫത്വ കൊടുക്കാനും പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ പറയുവാനും സങ്കീർണമായ കർമ്മശാസ്ത്ര രംഗത്തെ നൂലാപാല പിടിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാനും കഴിവും കൽപ്പുമുള്ള ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ, 100 ഉലമാക്കളെ അൽഹംദുലില്ലാഹ് മഹാനായ കൻസുൽ ഫുഖഹ കൊമ്പം ഉസ്താദ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ്റെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനം ആ വലിയ കാഴ്ചയാണ് ഇവിടെ നമുക്ക് നേടിത്തന്നത്. ഈ പ്രയാണത്തിൽ ലോകത്തിലെ മുസ്ലിമീങ്ങൾ മുഴുവനും സഹകരിച്ചിട്ടുണ്ട്. ഇങ്ങിവിടെ പാലക്കാട് ജില്ലയിലെ സഹോദരന്മാർ മാത്രമല്ല, ജീവിതത്തിന് വേണ്ടി കടൽ കടന്ന് ജീവിത സന്ധാരണത്തിൻ്റെ മാർഗത്തിൽ അങ്ങകലെ കടലിൻ്റെ അക്കരെ പോയി കഠിനാധ്വാനം ചെയ്യുന്ന പാവപ്പെട്ട സഹോദരന്മാരുടെ ചില്ലിക്കാശുകളാണ് മഹത്തായ ഈ സ്ഥാപനത്തിനെ ഈ നിലയിൽ അൽഹംദുലില്ലാഹ് പുരോഗതിയിലേക്ക് നയിക്കാൻ നമുക്ക് അവലംബമായി തീർന്നിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെല്ലാം സഹായിച്ച ആയിരക്കണക്കിൽ സഹോദരന്മാരെ നാം അനുസ്മരിക്കേണ്ടതുണ്ട്. ഒരിക്കലും മറക്കാത്ത റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമെന്ന കാര്യം തീർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തികൾക്കെല്ലാം, ആ മഹൽ വ്യക്തിത്വങ്ങൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിജ്ഞാനമെന്ന് പറയുന്നത് നാടിൻ്റെ സമുദ്ധാരണത്തിൻ്റെ ആവശ്യമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും ആവശ്യം വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ലോകത്തിൽ വളരെ ശക്തമായി മുന്നേറാനും താനെയും തൻ്റെ കുടുംബത്തിനെയും തൻ്റെ പ്രദേശത്തെയും താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തെയും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും സമാധാന സുസ്ഥിരമായ ഒരു ജീവിതം അവർക്ക് നേടിക്കൊടുക്കാനും വിദ്യാഭ്യാസമുള്ളവർക്ക് സാധ്യമാകൂ എന്നുള്ളത് നാം അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതാണ്. അൽഹംദുലില്ലാഹ് ഈ കാലയളവിൽ ഈ വിദ്യാഭ്യാസ പ്രവർത്തനവുമായി നീങ്ങിയപ്പോൾ ഞങ്ങൾക്കെല്ലാം അത് ബോധ്യപ്പെട്ട ഒരു വസ്തുതയുമാണ്. മഹാനായ സുൽത്താനുൽ ഉലമയുടെ ഉന്നതമായ നേതൃത്വത്തിലായിരുന്നു അൽഹംദുലില്ലാഹ് ഈ 30 വർഷവും ഈ പ്രവർത്തനം നടത്തിയത്. വിശ്വവിഖ്യാത സ്ഥാപനമായി ലോകത്തറിയപ്പെട്ട ജാമിഅത്ത് മർകസ് സഖാഫത്ത് സുന്നിയെ ഈ സമൂഹത്തിന് പേരും പെരുമയും നേടിക്കൊടുക്കാൻ മാത്രം ജനശ്രദ്ധ ആകരിക്കുന്ന രൂപത്തിൽ വാർത്തെടുത്ത ആ ശില്പി, ആ മഹാനായ ശില്പിയുടെ കരങ്ങളാണ് ഈ സ്ഥാപനത്തെ തൊട്ട് തഴുകി തലോടിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനിക്കാം. മഹത്തായ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച ഇൻഷാ അല്ലാഹ് അത് ഇനിയും പുരോഗമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവന്
സുൽത്താനുൽ ഉലമക്ക് ഇതിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന ഇതിൻ്റെ ഏറ്റവും വലിയ അമരക്കാരനായ സുൽത്താനുൽ ഉലമക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ആ തണലിൽ ഒരുപാട് കാലം ജീവിക്കാനുള്ള സൗകര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരുമാറാവട്ടെ. സഹോദരന്മാരെ, പാലക്കാടിൻ്റെ കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ബോർഡറായിരുന്നു. പാവപ്പെട്ട കർഷക തൊഴിലാളികൾ ജീവിത വഴിയുമായി മുന്നേറുമ്പോൾ അവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറഞ്ഞ് അവർക്ക് സ്റ്റഡി നൽകി അവരെ ബോധവൽക്കരണം നടത്തി അൽഹംദുലില്ലാഹ് മദ്രസകളും പള്ളികളും നിർമ്മിച്ചുകൊണ്ട് വളരെ ഇസ്ലാമികമായൊരു മുന്നേറ്റം തന്നെ ഈ 30 വർഷത്തെ കാലയളവിൽ ഈ മഹത്തായ സ്ഥാപനത്തോടുകൂടി നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. മഹത്തായ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഇന്ന് ഈ കാണുന്ന ക്യാമ്പസിൽ മാത്രമല്ല, അങ്ങകലെ 35 കിലോമീറ്റർ ദൂരെയുള്ള കാമ്പർത്ത് ചെള്ള എന്ന് പറയുന്ന പ്രദേശത്ത് മുതലമട പഞ്ചായത്തിൽ മഹാനായ നൂർ ഹസരത്ത് ശിലാ സ്ഥാപനം നിർവഹിച്ച ഖാദിരിയ അക്കാദമി എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം ഇതിൻ്റെ ഓഫ് ക്യാമ്പസായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നൂറുകണക്കിൽ വിദ്യാർത്ഥികളെ ഇതിനകം വിദ്യ നുകർന്നു കൊടുത്തുകൊണ്ട് സമൂഹത്തിലേക്ക് ആ സ്ഥാപനം സംഭാവന ചെയ്യുകയുണ്ടായി. അൽഹംദുലില്ലാഹ് മഹാനായ റഈസുൽ ഉലമ മഹാനായ ബദ്റുസ് സാദാത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ മഹാനായ അമരക്കാരൻ ബഹുമാനപ്പെട്ട ബദ്റുസ് സാദാത്ത് നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ തണലിൽ സുദീർഘമായി ദീൻ്റെ ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ എൻ്റെ പ്രസംഗം സുദീർഘമായി കൊണ്ടുപോകുന്നില്ല. ഇന്ന് ഈ സ്ഥാപനത്തിൽ 6ാം ക്ലാസ് മുതൽ ആരംഭിച്ചുകൊണ്ട് ഡിഗ്രിയും PGയും അതുപോലെ തന്നെ ഡോക്ടറേറ്റും വാങ്ങിയ ധാരാളം വിദ്യാർത്ഥികൾ സമൂഹത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ട ശിഷ്യഗണങ്ങളും ശ്രദ്ധേയമായി വിദ്യാഭ്യാസ രംഗത്തും വൈജ്ഞാനിക രംഗത്തും ജ്യോതിഷികളായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളും ഇവിടെ നിന്ന് ബിരുദം വാങ്ങി പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് അഭിമാനിക്കാം. ഈ സമ്മേളനത്തിൽ തന്നെ അൽഹംദുലില്ലാഹ് ഡോക്ടറേറ്റ് ഈ വർഷം ഡോക്ടറേറ്റ് നേടിയ സലാഹുദ്ദീൻ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി ഈ സ്ഥാപനത്തിൽ ചെറിയ കൊച്ചു ക്ലാസ് മുതൽ 7ാം ക്ലാസ് മുതൽ ഇവിടെ നിന്ന് വിദ്യ നുകർന്ന വിദ്യാർത്ഥിയാണ്. അതുപോലെ ധാരാളം പ്രതിഭകളെ ഈ സമൂഹത്തിന് കാഴ്ചവെക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാം നിസ്കരിക്കാനുള്ള പള്ളികളും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ
കേരളത്തിൻ്റെ ആദർശ സൂര്യൻ ഷെയ്ഖുന EK ഹസൻ മുസ്ലിയാരുടെ നാമധേയത്തിൽ നിസ്വാർത്ഥതയുടെ ആരൂപമായ മർഹൂം ബാപ്പു മുസ്ലിയാർ പടുത്തുയർത്തിയ പാലക്കാടിൻ്റെ വൈജ്ഞാനിക സാംസ്കാരിക കേന്ദ്രം ജാമിയ ഹസനിയ നിരക്ഷരതയും അവശതയും കാരണം നിവർന്നു നിൽക്കാനുള്ള ആത്മധൈര്യം ഇല്ലാത്തതിനാൽ ജീവിതം മങ്ങിപ്പോയ ഒരു സമൂഹത്തെ ദീപ്തമാക്കിയ വൈജ്ഞാനിക സാമൂഹിക പ്രവർത്തന മേഖലകളിൽ സ്തുത്യർഹമായ സേവനങ്ങൾ അർപ്പിച്ച പാലക്കാട് ജില്ലയിലെ പ്രധാന മതഭൗതിക കലാലയം ജാമിയ ഹസനിയ 3 ദശകങ്ങൾ പിന്നിടുമ്പോൾ ഇവിടം അറിവും ആവിഷ്കാരങ്ങളുമായി ആദർശനത്തിൻ്റെ പ്രതിഫലനങ്ങൾ ഒരുക്കി കരുത്തും കരുതലുമുള്ള പണ്ഡിതരെ സമ്മാനിക്കുന്നു. ഹസനാത്തുയരുന്ന വാദി നല്ല ഹസനാത്ത് തന്നുള്ള ജ്യോതി. ഹസനാത്തുയരുന്ന വാദി നല്ല ഹസനാത്ത് തന്നുള്ള ജ്യോതി. ഹലോ ഹസ്തം ചാർത്തിയ സുൽത്താൻ നിധി ഞങ്ങൾ ഇഷ്ടം പോൽ മർഹബ ജ്യോതി. സുൽത്താനരെ ഒന്ന് വന്നാലും സുസല്ലാപമായൊന്നിരുന്നാലും സുൽത്താനരെ ഒന്ന് വന്നാലും സുസല്ലാപമായൊന്നിരുന്നാലും അഹ്ലൻ വസഹ്ലൻ ഖമറസ്സമാൻ അങ്ങാണ് എന്നും ഞങ്ങൾ കമാൻ. അഹ്ലൻ വസഹ്ലൻ ഖമറസ്സമാൻ അങ്ങാണ് എന്നും ഞങ്ങൾ കമാൻ. ഹസനാത്തുയരുന്ന വാദി നല്ല ഹസനാത്ത് തന്നുള്ള ജ്യോതി. ഹസനാത്തുയരുന്ന വാദി നല്ല ഹസനാത്ത് തന്നുള്ള ജ്യോതി. തെളിഞ്ഞിരു നേത്രം തിളങ്ങുന്ന ഗാത്രം എല്ലാം അറിഞ്ഞുള്ള സൂത്രം അതിലൊടിഞ്ഞിടും ശത്രുവിൻ്റെ ഹസ്ത്രം. തെളിഞ്ഞിരു നേത്രം തിളങ്ങുന്ന ഗാത്രം എല്ലാം അറിഞ്ഞുള്ള സൂത്രം അതിലൊടിഞ്ഞിടും ശത്രുവിൻ്റെ ഹസ്ത്രം. ആഹാ മധുര ചിരിയിൽ വിരിയും ഹരം നിറയും ഹരമേ ഏതേതു വ്യതയും കനകമാക്കും നല്ല മധുര നിധിയെ. ആഹാ മധുര ചിരിയിൽ വിരി ഹരം നിറയും ഹരമേ ഏതേതു വ്യതയും കനകമാക്കും നല്ല മധുര നിധിയെ. സുൽത്താനരെ ഒന്ന് വന്നാലും സുസല്ലാപമായൊന്നിരുന്നാലും സുൽത്താനരെ ഒന്ന് വന്നാലും സുസല്ലാപമായൊന്നിരുന്നാലും അഹ്ലൻ വസഹ്ലൻ ഖമറസ്സമാൻ അങ്ങാണ് എന്നും ഞങ്ങൾ കമാൻ. അഹ്ലൻ വസഹ്ലൻ ഖമറസ്സമാൻ അങ്ങാണ് എന്നും ഞങ്ങൾ കമാൻ. ഹസനാത്തുയരുന്ന വാദി നല്ല ഹസനാത്ത് തന്നുള്ള ജ്യോതി. ഹസനാത്തുയരുന്ന വാദി നല്ല ഹസനാത്ത് തന്നുള്ള ജ്യോതി. അൽഹംദുലില്ലാ, നമ്മുടെ മുസ്ലിം കേരളത്തിൻ്റെ, മുസ്ലിം ഇന്ത്യയുടെ അല്ല, ലോകത്തിലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ കണ്ണിലുണ്ണിയായ മഹാനായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മുടെ വേദിയിലെത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അങ്ങനെ ഈ പാലക്കാട് മണ്ണിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഗേഹങ്ങളുടെ മിനാരങ്ങൾ ഉയർന്ന് ഈ ജാമിയ ഹസനിയ ഇന്ന് ഈ നാട്ടിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ആശാകേന്ദ്രമാണ്, അഭയകേന്ദ്രമാണ്. കഴിവുറ്റ പണ്ഡിതന്മാരും മഹാന്മാരായ ശിഷ്യഗണങ്ങളും ദഅ്വാരംഗത്ത് ഇസ്ലാമിക പ്രബോധന സാമൂഹിക സാന്ത്വന രംഗത്ത് നിസ്തുലമായ സംഭാവനകൾ ചെയ്തപ്പോൾ നൂറുകണക്കിൽ പണ്ഡിത പ്രതിഭകളെ പാലക്കാടിൻ്റെ ഗ്രാമങ്ങൾക്ക് സംഭാവന ചെയ്യാൻ 30 വർഷം കൊണ്ട് ഈ മഹത്തായ സ്ഥാപനത്തിന് സാധ്യമായി. അൽഹംദുലില്ലാ. ഈ സേവനത്തിൽ സഹകരിച്ച ആയിരക്കണക്കിൽ സഹോദരങ്ങളുണ്ട്. പ്രവാസികളായ സഹോദരന്മാരെ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങ് UAE-യിലെയും കുവൈത്തിലെയും സൗദി അറേബ്യയിലെയും ബഹ്റൈനി, അതുപോലെ തന്നെ ഖത്തർ, സൽത്തനത്ത് ഓഫ് ഒമാൻ, ഈ GCC കൺട്രീസിലെ മുഴുവൻ മലയാളി സഹോദരന്മാർക്കും ജാമിയ ഹസനിയ സുപരിചിതമാണ്. അവരുടെ ചില്ലിക്കാശുകളെ കൊണ്ടാണ് മഹത്തായ സ്ഥാപനം വളർന്നു വലുതായിട്ടുള്ളത്. ജസാഹുമുല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറൽ ജസാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നാട്ടിലെ നല്ലവരായ ഉമ്മമാർ ബോക്സുകൾ വെച്ചുകൊണ്ട് മാസാന്തം ഇവിടുത്തെ കുട്ടികളുടെ ഭക്ഷണത്തിന് വേണ്ടുന്ന സഹായം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമ്മേളനത്തോടുകൂടി ഈ ജില്ലയിലെ 12 സോണുകളിലും വിദ്യാർത്ഥികളെ ദത്തെടുക്കുന്ന തകാഫുലിൻ്റെ പരിപാടി ആരംഭിച്ചപ്പോൾ അൽഹംദുലില്ലാ ഓരോ സോണിൽ നിന്നും വിദ്യാർത്ഥികളെ സ്പോൺസർ ചെയ്യാൻ മഹാന്മാരായ ഉദാരമതികളായ ദീനി തൽപരരായ സഹോദരങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ദീനിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ സഹായം നമുക്കുണ്ടാകും. തുറക്കാത്ത വാതിലുകൾ തുറന്നു തരും. എല്ലാവരും നമ്മോട് സഹകരിക്കും. ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഈ നാട്ടിലെ നാനാജാതി അമുസ്ലിം സഹോദരന്മാരും മറ്റ് സഹോദരന്മാരുമെല്ലാം ഈ പ്രസ്ഥാനത്തിന് താങ്ങും തണലുമായി വർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട MP സാറ്, നമ്മുടെ പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിന് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ അത് ചെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടുന്ന ഒത്താശ ചെയ്യാൻ തയ്യാറായിട്ടുള്ള വ്യക്തിത്വമാണ് ഞങ്ങൾ. അതുപോലെ തന്നെ ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയോടും ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രയാണത്തിൽ സഹായമോ സഹകരണമോ ആവശ്യപ്പെടുമ്പോൾ അവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ നിറമൊന്നും നോക്കാതെ കണ്ട് ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരോടെല്ലാം നമുക്ക് കടപ്പാടുകളും സ്നേഹവും അവരോടെല്ലാം നന്ദിയുമുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ ഇരിക്കുന്ന പണ്ഡിതന്മാർ ഈ സമൂഹത്തിൻ്റെ സമ്പത്താണ്. ഈ സമൂഹത്തിന് ആവശ്യമായ എല്ലാ രംഗത്തും അവരുടെ സേവനം നമുക്ക് ലഭ്യമാകും. അതിനുള്ള കഴിവും പാഠവും അവർ നേടിയിട്ടുണ്ട്. പ്രസംഗിക്കാനും എഴുതാനും ജീവകാരുണ്യ പ്രവർത്തനത്തിനും സാന്ത്വന രംഗത്തും അവർ കഴിവ് തെളിയിച്ചവരാണ്. ഇവിടുത്തെ വളരെ ബാക്ക്വേർഡായി കിടക്കുന്ന ഏരിയകളിൽ പ്രബോധനം നടത്തി അൽഹംദുലില്ലാ അങ്ങ് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഊട്ടിയിൽ മഹത്തായ ഈ പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സ്ഥാപനം നമുക്ക് നമ്മുടെ ഓഫ് ക്യാമ്പസായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ 2 ഓഫ് ക്യാമ്പസുകൾക്ക് പുറമെയാണ് ഊട്ടിയിൽ പുതിയ ഒരു ഓഫ് ക്യാമ്പസ് ഈ സ്ഥാപനത്തിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു വരുന്നത്. എല്ലാം അള്ളാഹുവിൻ്റെ മഹത്തായ ഫضل കൊണ്ടാണ്. സഹകരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക്, വിശ്വാസികൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമ്മുടെ മഹത്തായ ഈ സമ്മേളനം 30ാം വാർഷിക സനദ്ദാന സമ്മേളനം ഈ സ്ഥാപനത്തിൻ്റെ അമരക്കാരൻ മഹാനായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. മഹാനായ ഉസ്താദിനെ ഈ പട്ടണം കാത്തിരിക്കുകയാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നേരെ കുതിര കയറാൻ മെനക്കെട്ട് വന്ന വിദേഹത്തിൻ്റെ കക്ഷികളെ
ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് മലർത്തിയടിച്ചുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് പുതിയ ഊർജം പകർന്ന സംഭവബഹുലമായ വാദപ്രതിവാദം എന്ന് പറയുന്ന വാദപ്രതിവാദം മഹാനായ സുൽത്താൻ ഉലമയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വേദിയിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് സമർപ്പിച്ചത്. അതിൻ്റെ ശേഷം പാലക്കാട്ട് നിന്ന് വഹാബികൾ കെട്ടുകെട്ടിപ്പോയിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. സഹോദരന്മാരെ, ആ മഹത്തായ നിമിഷം ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് അവറുകളെ ആ വിഷയത്തിൽ ആദരിക്കാൻ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ വമ്പൽ കൊള്ളുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ സമയം നമുക്കതിന് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എൻ്റെ പ്രസംഗം സുദീർഘമായി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. വരുന്ന 5 വർഷത്തിൻ്റെ ഉള്ളിൽ അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. വിശ്വോത്തര ഖുർആനിക് പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ 10 ഖിറാഅത്തുകൾ, ആ 10 ഖിറാഅത്തുകളും വിശുദ്ധ ഖുർആനിൻ്റെ ആ 10 ഖിറാഅത്തുകൾ അനുസരിച്ചുള്ള തഫ്സീറും അതിൻ്റെ വ്യാഖ്യാനങ്ങളുമൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് 2 വർഷത്തെ ഒരു തഖസ്സുസിൻ്റെ കോഴ്സ് ഖുർആൻ റിസർച്ച് സെൻറ്റർ സ്ഥാപിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. വിപുലമായ സൗകര്യം, ലൈബ്രറി, അതുപോലെ തന്നെ വിപുലമായ ഫാക്കൽറ്റി, ഇൻ്റർനാഷണൽ ഫാക്കൽറ്റിയുടെ സഹായത്തോടുകൂടി ആ വലിയ റിസർച്ച് സെൻറ്ററും പഴുതുയർത്തി അത് സമൂഹത്തിന് സമർപ്പിക്കണമെന്നാണ് ഞങ്ങൾ ഇതിൻ്റെ സംഘാടകർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം തുടങ്ങി. അൽഹംദുലില്ലാഹ് ഏകദേശം അതിൻ്റെ സ്ട്രക്ചർ പണിയെല്ലാം പൂർത്തിയായി. 20,000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ആ കെട്ടിടത്തിൽ ആധുനിക സംവിധാനങ്ങളൊക്കെ സംവിധാനിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വലിയ ഒരു ലൈബ്രറി, 24 മണിക്കൂറും ഖുർആൻ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ, അതുപോലെ തന്നെ വിശാലമായ റിസർച്ച് സെൻറ്റർ എല്ലാം സ്ഥാപിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാവട്ടെ. ആ കെട്ടിടമാണ് ഈ സ്റ്റേജിൻ്റെ പുറകിൽ കാണുന്നത്. നിങ്ങൾക്കെല്ലാം അതിനെ സഹായിക്കാം, അതിൽ ഭാഗവാക്കാകാം. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ മുതിരുന്നില്ല. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് മഹാനായ റഈസുൽ ഉലമ മഹത്തായ ഈ സമ്മേളനത്തിന് ആധ്യക്ഷം വഹിക്കുകയാണ്. മഹാനവറുകൾ ഇവിടെ എത്തി വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ടവർക്ക് ആദ്യമായിട്ട് സ്വാഗതമരുളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹത്തായ ഈ സ്ഥാപനത്തിൻ്റെ അലങ്കാരവും ഈ സ്ഥാപനത്തിൻ്റെ അമരക്കാരനും എല്ലാമായ മഹാനായ ശൈഖുന ഗ്രാൻഡ് മുഫ്തി, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധനം ചെയ്യും. മുസ്ലിം കേരളത്തിൻ്റെ ആത്മീയ ചൈതന്യം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആവേശമായ ലോകത്തിലെ വിശ്വോത്തര യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തിയ മഅദിൻ, ആ മഅദിനിൻ്റെ ചെയർമാൻ, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ മഹാനായ സെക്രട്ടറി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി മഹാനായ ബദ്റുസ്സാദാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ മുഖ്യ പ്രഭാഷണം കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിനെ അവിടെ ധന്യമാക്കും. മഹാനവറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ദുആ സ്വാഗതമായി സമർപ്പിക്കുകയാണ്. നമ്മുടെ ആവേശമായ പേരോൾ അബ്ദുറഹ്മാൻ സഖാഫി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി, ഇൻഷാ അല്ലാഹ് നമ്മോട് ഉപദേശിക്കും, നമുക്ക് വേണ്ടുന്ന പ്രസംഗങ്ങൾ നടത്തിത്തരും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ അംഗമായ ബഹുമാനപ്പെട്ട താഴപ്പുറ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വയനാട് ഖാദി ഹസൻ മുസ്ലിയാർ തുടങ്ങിയ മഹാത്മാക്കൾ ഈ സ്റ്റേജിലുണ്ട്. ഇൻഷാ അല്ലാഹ് സന്ദർഭോചിതം അവർ നമ്മോട് ഇടപെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ സ്ഥാപനത്തിൻ്റെ ജീവനാഡിയും ആയിരക്കണക്കിൽ പണ്ഡിതന്മാരുടെ ഗുരുവര്യനുമായ മഹാനായ കൻസുൽ ഫുഖഹ കൊമ്പം ഉസ്താദ് അവർകൾ ഇൻഷാ അല്ലാഹ് ഈ വിദ്യാർത്ഥികൾക്ക് സനദ് നൽകിയ ശേഷം, ഈ പണ്ഡിതന്മാർക്ക് സനദ് നൽകിയ ശേഷം നമ്മെ അഭിസംബോധനം ചെയ്തുകൊണ്ട് സംസാരിക്കും. നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീമാൻ
ശ്രീകണ്ഠൻ സാഹിബ് അവർകൾ മഹാൻ ഇവിടെ നേരത്തെ തന്നെ വിളിച്ച് നമ്മോട് നേരത്തെ തന്നെ കുശലാന്വേഷണം രാവിലെ തന്നെ നടത്തി വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇലക്ഷൻ്റെ സമയത്ത് മാത്രമല്ല, എല്ലായ്പ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകം ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ വലിയ സന്തോഷമുള്ള 1000 സ്വാഗതത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. നല്ല സമുദ്ധാരണത്തിന്, ഈ രാഷ്ട്രത്തിൻ്റെ സമുദ്ധാരണത്തിന് അദ്ദേഹത്തിന് ആരോഗ്യം സർവശക്തൻ നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ധാരാളം ഉന്നതമായ വ്യക്തിത്വങ്ങൾ പരിശുദ്ധമായ ഈ വേദിയിൽ നമുക്ക് ദുആ ചെയ്തു തന്നുകൊണ്ട് നമുക്ക് ബറക്കത്ത് ചെയ്തു തന്ന വന്യരായ സയ്യിദവറുകൾ ഉച്ചക്ക് വന്ന് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ ബർക്കത്തുള്ള കൈകൊണ്ട് വസ്ത്രങ്ങൾ നൽകി ഇപ്പോൾ ഇവിടെ വന്ന് നമുക്ക് വേണ്ടുന്ന ദുആക്കെ ചെയ്തു തന്ന് അൽഹംദുലില്ലാഹ് നമ്മെ അനുഗ്രഹിച്ച വന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ട്രഷറർ വൈസ് പ്രസിഡന്റ് വന്യരായ സയ്യിദ് അലവി ബാഫഖി തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്യരായ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നയിക്കാൻ ദീർഘകാലം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. വേദിയിൽ ധാരാളം നേതാക്കളുണ്ട്. എപ്പോഴും നമ്മുടെ വേദിയിൽ ധാരാളം അതിഥികളും പണ്ഡിതന്മാരുമുണ്ട്. തമിഴ്നാട്ടിലെ ശ്രദ്ധേയനായ പ്രാസംഗികനും അൽഹുദ അറബിക് കോളേജ് പ്രിൻസിപ്പളുമായ വന്യരായ സദീദുദ്ദീൻ ഹസ്രത്ത് MPhil PhD മഹാനവറുകൾ നമ്മെ അഭിസംബോധന ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ വേദികളിലും നമുക്ക് ആവേശം പകരുന്ന ഉമറാക്കളിൽ പ്രമുഖനാണ് മഹാനായ മൻസൂർ ഹാജി ചെന്നൈ. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് സ്വാഗതം സമർപ്പിക്കുകയാണ്. ധാരാളം പണ്ഡിതന്മാർ അബൂദാബിയിലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന, മലയാളികൾക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി സുന്നത്ത് ജമാഅത്തിന് ശക്തി പകരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ ബഹുമാനപ്പെട്ട ഉസ്മാൻ സഖാഫി തിരുവത്ര നമ്മുടെ സ്റ്റേജിലുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. ആലിമീങ്ങളുടെ മുഹിബ്ബും സദായിപ്പോഴും ഉലമാക്കളുടെ കൂടെ സഞ്ചരിക്കാൻ മാത്രം സമയം കണ്ടെത്തി അത് വലിയ ആനന്ദമായി കരുതുന്ന പ്രിയപ്പെട്ട സഹോദരൻ ബഹുമാനപ്പെട്ട മഹ്മൂദ് ഹാജി ഉമ്മുൽ ഖുവൈൻ ഹറമൈൻ ഗ്രൂപ്പിൻ്റെ MD ബഹുമാനപ്പെട്ട മഹ്മൂദ് ഹാജി നമ്മുടെ വേദിയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ദീനിനെ സഹായിക്കാനും പിന്തുണക്കാനുമുള്ള ശേഷിയും ശേമുഷിയും ആഫിയത്തും സമ്പത്തുമൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ അസുഖങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫയായി കൊടുക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഇമാമുൽ ആളം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ കുഫി തങ്ങളവറുകളുടെ മദ്ഹബ് അനുസരിച്ച് ഈ പ്രദേശത്തെ മുസ്ലിം സഹോദരന്മാർക്ക് നേതൃത്വം നൽകുന്ന വലിയ സംഘടനയാണ് ജമാഅത്തുൽ ഉലമ. ആ മഹത്തായ ജമാഅത്തുൽ ഉലമയുടെ കരുത്തുറ്റ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഇല്യാസ് ബാഖവി നമ്മുടെ വേദിയിലുണ്ട്. ഇൻഷാ അല്ലാഹ് അവസരം പോലെ നിങ്ങളെ അഭിമുഖീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ധാരാളം ഉന്നതമായ വ്യക്തിത്വങ്ങൾ, ശ്രേഷ്ഠരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട അലി ദാരിമി എറണാകുളം, വന്യരായ അബ്ദുൽ ഖാദർ മദനി എറണാകുളം ജില്ലാ ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മദനി കൽത്തറ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെട്ട കൽത്തറ ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ എത്തും.
അങ്ങനെ ധാരാളം നമ്മോട് ബന്ധപ്പെട്ട ധാരാളം ഉമറാക്കളും ഉലമാക്കളുമുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. നീട്ടി സംസാരിക്കാനുള്ള സമയമല്ല. എല്ലാവർക്കും വളരെ വിദൂരതയിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയ മഹാന്മാരായ നമ്മുടെ ഉലമാക്കൾ, പ്രവർത്തകർ, സംഘാടകർ, പ്രസ്ഥാനത്തിൻ്റെ ഈ ജില്ലയിലെ നായകർ, അവരാണ് ഈ സമ്മേളനത്തിൻ്റെ ഉടമകൾ. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കേരള മുസ്ലിം ജമാഅത്ത്, SYS തുടങ്ങി SSF തുടങ്ങി ഈ പ്രസ്ഥാനത്തിൻ്റെ നായകരാണ്. മഹത്തായ ഈ സ്ഥാപനത്തിൻ്റെ വലിയ ആവേശവും അതിൻ്റെ വലിയ ആരോഗ്യവും അവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മഹാനായ റഈസുൽ ഉലമ നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർക്ക് ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാവട്ടെ, ഉന്മേഷം പകർന്നു കൊടുക്കുമാറാവട്ടെ, ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ തണലിൽ നമുക്ക് ദീനീ ദഅവത്തിനുള്ള എല്ലാവിധ തൗഫീഖും അല്ലാഹു നൽകുമാറാവട്ടെ. ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. മഹത്തായ ഈ സമ്മേളനത്തെ ഈ വിധത്തിൽ വിജയിപ്പിക്കാൻ 2-3 ദിവസമായി ഇവിടെ തുടങ്ങിയിട്ട് എല്ലാ നിലയിലും അതിന് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്ത ഇതിൻ്റെ മഹത്തായ സംഘാടകർ, പ്രവർത്തകർ, SSF, SYS, കേരള മുസ്ലിം ജമാഅത്ത്, പ്രത്യേകം തിരഞ്ഞെടുത്ത വളണ്ടിയേഴ്സ്, ഇതിൻ്റെ എല്ലാ സംഘാടകരും അവർക്കെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് മഹത്തായ ഈ വേദിയുടെ അധ്യക്ഷ പദവി റിയാസത്ത് മഹാനായ ഷെയ്ഖുന റഈസുൽ ഉലമ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം സുൽത്താൻ ഉലമ നിർവഹിക്കുന്നതിൻ്റെ മുമ്പ് ഇൻഷാ അല്ലാഹ് മുഖ്യ പ്രഭാഷണം ബഹുമാനപ്പെട്ട ബദ്റുസ് സാദാത്ത് അവിടെ നിർവഹിക്കും. സുൽത്താൻ ഉലമ ഇൻഷാ അല്ലാഹ് അല്പം വിശ്രമിച്ച ശേഷം ഇൻഷാ അല്ലാഹ് അവിടുത്തെ പ്രസംഗം നിർവഹിക്കും. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സനദ് നൽകും. ബഹുമാനപ്പെട്ട സയ്യിദ് അലവി ബാഫഖി തങ്ങൾ, അതുപോലെ തന്നെ മഹാനായ സുൽത്താൻ ഉലമ, ബഹുമാനപ്പെട്ട ബദ്റുസ് സാദാത്ത്, നമ്മുടെ റഈസ്, നമ്മുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, ബഹുമാനപ്പെട്ട കൻസുൽ ഫുഖഹ, ഈ 5 ഉലമാക്കളുടെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ സന്നദ്ധാനം നടക്കും. നിങ്ങളെല്ലാവരും ഈ മഹത്തായ സമ്മേളനം തീരുന്നവരെ ആദ്യന്തം നിങ്ങളെല്ലാവരും ഇതിനോട് സഹകരിച്ച് ഇൻഷാ അല്ലാഹ് ദുആ കഴിഞ്ഞ് നിങ്ങൾ പോകാവൂ എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് മഹത്തായ ഈ വേദിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മഹാനായ ഷെയ്ഖുന റഈസുൽ ഉലമയെ സാദരം ക്ഷണിക്കുകയും മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ബദ്റുസ് സാദാത്ത് അവരുടെ ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الآن